സ്തോത്രം. ആമേൻ. ആ ദൂതിതാണ്, ദൈവികമായ ഉദ്ദേശങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ദൈവികമായ ഉദ്ദേശങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ചാണ് കർത്താവ് ഇന്ന് പകൽ കുറച്ച് സമയം നിങ്ങളുമായിട്ട് വചനം പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളെ വചനത്തിലൂടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്ന ദൂത് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ ആകുല ചിത്തരായി മാറും, നിരാശയുള്ളവരായി തീരും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലെന്നൊരു തോന്നൽ വരും, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നൊരു ചിന്ത വരും. ഇതൊക്കെ വെറും കളിപ്പീരാണ്, ഇതിനകത്തൊന്നും കഥയില്ല എന്ന് ഉള്ളത്തിൽ തോന്നൽ വരും. അതുകൊണ്ട് ദൈവം ഒരു കാര്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ആമേൻ. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കുന്നു. അവൻ ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്നില്ല. ദൈവം ചെയ്യുന്നതെല്ലാം ഒരു നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. ആമേൻ. അപ്പോൾ ഇന്നത്തെ ഈ ദൂതിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഈ ദൂതാണ്. ദൈവിക ഉദ്ദേശങ്ങളെ മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ഇതാണ്: ഇതിനായിട്ടല്ലോ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസിദ്ധമാക്കേണ്ടതിന് തന്നെ എന്ന് തിരുവെഴുത്തിൽ എന്നെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നേ, ഫറവോനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഫറവോൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, അല്ലേ? ഈ നെഗറ്റീവ് ക്യാരക്ടർ ഇങ്ങനെ നിൽക്കുക സ്ട്രോങ് ആയിട്ട്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില നെഗറ്റീവ് ക്യാരക്ടർ, വ്യക്തികളെ ഒന്നും എടുത്തേക്കല്ലേ, ക്യാരക്ടർ ഇങ്ങനെ നിൽപ്പുണ്ട്. അവർ തട്ടിയും പോകുന്നുമില്ല, അവരിങ്ങനെ നിൽക്കുക. ചിലരൊക്കെ പറയാറുണ്ട്, എന്താ ഇവരെ ഒന്നും തട്ടിപ്പോകുന്നില്ല, നമ്മൾ തട്ടിപ്പോവാണല്ലോ എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ തിരുവചനം പറയുകയാണ്, എന്തിനാണ് ദൈവം ഇങ്ങനെ ഈ ഫറവോനെ നിർത്തിയിരിക്കുന്നത്? ദൈവജനത്തെ ഒതുക്കിയ, ദൈവജനത്തെ തകർത്ത, ദൈവജനത്തെ ഇല്ലായ്മ ചെയ്ത ഒരു വ്യക്തി ഇങ്ങനെ ഓരോ ദിവസം തോറും ശക്തിയോടെ നിൽക്കുന്നു. പക്ഷേ തിരുവചനം പറയാണ്, ദൈവമാണ് അവനെ നിർത്തിയത്. നിങ്ങൾക്ക് എതിരെ തോന്നുന്ന ചിലരെയൊക്കെ ദൈവം നിർത്തിയിരിക്കുക. അവരുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ. ഒരു സമയം കഴിയുമ്പം അവരെയൊക്കെ ഓർത്ത് നിങ്ങൾ സ്തോത്രം ചെയ്യും. ഗ്ലോറി ടു ഗാഡ്. നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്ന ചിലരുണ്ട്. ഫറവോൻ ഇല്ലെങ്കിൽ മോശയില്ല, ഗോലിയാത്ത് ഇല്ലെങ്കിൽ ദാവീദില്ല, ആഹാബ് ഇല്ലെങ്കിൽ ഏലിയാവില്ല. അല്ല, മിണ്ടുന്നുണ്ടോ? പ്രൈസ് ഗാഡ്. അപ്പോൾ നിങ്ങളുടെ പ്രസക്തിയെ കൊണ്ടുവരാൻ ദൈവം ചിലതിനെ നിർത്തിയിരിക്കുക.
അത് നിങ്ങൾ ആത്മാവിൽ തിരിച്ചറിയുന്നില്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനെല്ലാം ദൈവത്തെയും നമ്മൾ വഴക്ക് പറഞ്ഞ് നമ്മളിങ്ങനെ വീർത്ത് കെട്ടി ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് പരിശുദ്ധാത്മാ പറയുകയാണ്, ഞാൻ എന്തിനാണ് ഫറവോനെ നിർത്തിയെന്നറിയാമോ? എനിക്കൊരു ഉദ്ദേശമുണ്ട്. അവനൊത്തിരി നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും, അവനൊത്തിരി സ്തോത്രം ദൈവജനത്തിന് തിന്മ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, ഞാൻ അവനെ തല്ലിക്കൊല്ലാതെ നിർത്തിയിരിക്കുന്നത് ഞാൻ ഇതിലൂടെ മറ്റൊരു കാര്യം കാണിക്കുകയാണ്. എന്താ കാണിക്കുന്നത്? എൻ്റെ ശക്തി കാണിക്കുകയാണ്. ഹല്ലേലൂയ! എൻ്റെ ശക്തി കാണിക്കുക. മോശ ഫറവോന്റെ മുമ്പിലോട്ട് ചെന്ന് എൻ്റെ ജനത്തെ വിടുക എന്ന് പറഞ്ഞപ്പോഴേ ഫറവോൻ ഈ ജനത്തെ വിട്ടു കൊടുത്തിരുന്നെങ്കിൽ ചരിത്രം എങ്ങനെ ഇരുന്നേനെ? കേട്ടില്ല? ഫറവോന്റെ അടുക്കൽ ചെന്ന് മോശ ചെന്ന് ഇസ്രായേൽ ജനത്തെ വിട്ടുതരണം, അവരെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ദൈവം പറയുന്നു എന്ന് പറഞ്ഞ ഉടനെ ഫറവോൻ അവരെ വിട്ടിരുന്നെങ്കിൽ ഈ ദൈവത്തിന്റെ ശക്തി നമ്മൾ അറിയുമോ? ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധികളുടെ നടുവിൽ മറു സൈഡിൽ വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവശക്തിയുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പ്രതിസന്ധികൾ ദൈവശക്തിയെ കാണിക്കാൻ ദൈവം തിരിക്കും. മറു സൈഡിൽ നിന്നെ കരുത്തുള്ളവനാക്കും, നിന്നെ ഒരു കാര്യക്കാരനാക്കും, നിന്നെ ഒരു ധീരനാക്കും. നിന്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ടെന്നൊരു ബോധ്യം ദൈവം നിനക്ക് തന്നിരിക്കും. ചിലരെയൊക്കെ ദൈവം നിർത്തിയതിന് ആമേൻ. ഫറവോൻ കഠിനമാകുന്നത് അനുസരിച്ച് ദൈവശക്തി ഡീപ്പാകുക. നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ വെളിപ്പെടുന്ന ഒരസാധാരണ ദൈവശക്തി ഉണ്ടെന്ന് നീ മറക്കരുത്. ഗ്ലോറി ടു ഗോഡ്. നിന്റെ പ്രതിസന്ധികൾ നിന്നെ തകർക്കത്തില്ല. നീ ദൈവത്തിന്റെ പക്ഷത്തേക്ക് ചേർന്ന് നിന്നോ, ദൈവത്തിന്റെ ഒപ്പം നിന്നോ, മറു സൈഡുകൾ നീ ദൈവശക്തിയുടെ പ്രദർശനങ്ങൾ കാണും. ഞാൻ ഇന്ന് പകല വചനം അങ്ങനെ തന്നെ പറയുന്നു, ദൈവശക്തിയുടെ പ്രദർശനങ്ങൾ നീ കാണും. ഇന്നലെ വരെ നീ കാണാത്ത പലതും കാണാൻ നിന്റെ ചില പ്രതിസന്ധികളെ ദൈവം ഉപയോഗിക്കും. ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ കൈ ഉയർത്തി ആമേൻ പറ. ഫറവോൻ വിടാത്തത് കൊണ്ട് തുടക്കത്തിൽ വടി പാമ്പായി. ആ ഒറ്റ അത്ഭുതത്തിൽ തന്നെ അവിടുത്തെ സകല മന്ത്രവാദത്തിന്റെ വടികളെ വിഴുങ്ങി. ആമേൻ, ആമേൻ. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അടുത്ത അത്ഭുതങ്ങൾ ഓരോന്ന് പറയാൻ പറ്റത്തില്ല. ഓരോ പ്രാവശ്യം കഠിനമാകും തോറും സ്തോത്രം ദൈവം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ അത്ഭുതങ്ങളെ വിശ്വസിക്കണം. ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ പേര് അത്ഭുതത്തിന്റെ മന്ത്രി എന്നാണ്. നിങ്ങളത് വേണ്ട എന്ന് പറയരുത്. നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ മന്ത്രിയാ. രാജേഷ് പാസ്റ്റർ വേണം, രാജേഷ് പാസ്റ്റർ മൂക്ക് വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞെങ്ങനെ ഇരിക്കും? മനസ്സിലായില്ല? ഹല്ലേലൂയ. ഇതെല്ലാം ചേർന്നതാ രാജേഷ് പാസ്റ്റർ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ ഒരു ക്യാരക്ടറാണ്, അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്. പ്രൈസ് ഗോഡ്. നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യത്തില്ല. വിശ്വസിക്കുന്നവരുടെ ഇടയിൽ അത് ഓപ്പറേറ്റ് ചെയ്യും. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. പരിശുദ്ധാത്മാ സഹായിക്കട്ടെ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഫറവോൻ കഠിനനാകും തോറും
മറ്റൊരു സൈഡിൽ നോക്കിയാൽ ചിലപ്പോൾ ഹല്ലേലൂയ, ചിലപ്പോൾ ജനം ക്ഷീണിച്ചായിരിക്കാം. പക്ഷേ മറു സൈഡിൽ ഇതുവരെ വെളിപ്പെടാത്ത ദൈവശക്തി ഇറങ്ങുകയാ. അതുകൊണ്ടാണ് ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധികൾക്കും സ്തോത്രം പറയണം. കാരണം ആ പ്രതിസന്ധികളുടെ നടുവിൽ ശക്തി വെളിപ്പെടും. നിന്നെ ചെങ്കടലിലേക്ക് നടത്തുന്നത് കൊണ്ടല്ലേ ചെങ്കടൽ മുറിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ അറിയുന്നേ? യെരിഹോവിന്റെ മുമ്പിൽ നീ എത്തുന്നത് കൊണ്ടല്ലേ യെരിഹോവിനെ വീടിച്ചു കളയുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ അറിയുന്നേ? യോർദാനിലേക്ക് നീ എത്തിയത് കൊണ്ടല്ലേ സ്തോത്രം യോർദാനെ മുറിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞത്? മരുഭൂമിയിൽ നീ എത്തിയത് കൊണ്ടല്ലേ നിനക്ക് കാട തരുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ അറിഞ്ഞത്? മരുഭൂമിയിൽ നീ എത്തിയത് കൊണ്ടല്ലേ വെയിലത്ത് ക്ഷയിക്കാതെ തുടരുമെന്ന് നീ അറിഞ്ഞത്? നിന്റെ കരങ്ങളിൽ ഒന്നും ഇല്ലാഞ്ഞത് കൊണ്ടല്ലേ നീ അറിഞ്ഞത് നീ പോകുന്ന പുറകെ നിനക്കൊരു നദി പുറപ്പെട്ട് നിന്റെ വീടിന്റെ മുറ്റത്ത് രക്ഷ കൊടുക്കുന്ന, നിന്റെ വസ്ത്രം തേയാതെ ചെരുപ്പ് തേയാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ അറിയുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്രതിസന്ധികൾ ദൈവശക്തി വെളിപ്പെടാൻ പോകുകയാണ്. ഇന്ന് പകൽ നിങ്ങൾ ഈ ദൂത് ഏറ്റെടുത്തോ. ഉറങ്ങരുത്, ഉറങ്ങരുത്, ഉറങ്ങരുത്. നിങ്ങൾ ഈ ദൂത് ഏറ്റെടുത്തു. മക്കളെ, നന്നായിട്ടിരിക്കുക, നന്നായിട്ട് ഈ ദൂത് ഏറ്റെടുത്താട്ടെ. സ്തോത്രം. ഈ ദൂതൊന്ന് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ ദൂതുകളെ വിശ്വസിച്ചൊരു ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ഇന്നു മുതൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. അപ്പൊ ദൈവം പറയാണ്, ഞാൻ അവനെ നിർത്തിയിരിക്കുകയാണ്, ഞാൻ അവനെ നിർത്തിയിരിക്കുകയാണ്, ഞാൻ അവനെ നിർത്തിയിരിക്കുകയാണ്. അവൻ നെഗറ്റീവ് ആണെങ്കിലും ഞാൻ അവനെ നിർത്തിയിരിക്കുകയാണ്. കാരണം അവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ചിലത് കാണിക്കണം. നിന്റെ പ്രതിസന്ധികൾ ദൈവം ചിലത് കാണിക്കും. നിന്റെ ഒറ്റപ്പെടലിനകത്ത് ദൈവം ചിലത് കാണിക്കും. നിന്റെ ഞെരുക്കത്തിന്റെ നടുവിൽ ദൈവം ചിലത് കാണിക്കും. നിന്റെ ഏകാന്തതയുടെ നടുവിൽ ദൈവം ചിലത് കാണിക്കും. നീ പൂട്ടപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളുടെ നടുവിൽ ദൈവം ചിലത് കാണിക്കും. മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തത്, വ്യക്തികൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യുന്നൊരു ദൈവം ഉണ്ടെന്ന് ദൈവം കാണിക്കും. ഇന്ന് പകൽ നിന്റെ പ്രതിസന്ധികളെ അങ്ങനെ കാണാൻ കഴിയുമെങ്കിൽ നീ അത്ഭുതങ്ങളിൽ നിൽക്കാൻ പോകുകയാണ്. ദൈവം ആ ദൂതിലൂടെ പറയുക, ഞാൻ നിർത്തിയിരിക്കുകയാണ്. ഫറവോനെ, നീ തല്ലിക്കൊല്ലാൻ നോക്കണ്ട. ചിലരെയൊക്കെ ദൈവം നിർത്തിയേക്ക് കേട്ടോ. അവരില്ലെങ്കിൽ നീ ഇല്ല. കർത്താവേ, എന്നെ പുള്ളി വണ്ടി ഇടിച്ച് ചാകാത്ത, എന്താ ഇടിവെട്ടി ചാകാത്ത എന്നൊന്നും നീ പറയണ്ട. അവര് ദൈവം ചിലരെയൊക്കെ തട്ടിപ്പോകാൻ പ്രാർത്ഥിക്കുന്നില്ലേ? നിർത്തിക്കോ. അവരങ്ങനെ നിൽക്കുന്നോണ്ടാ നിന്നെ ഈ സമയത്ത് ഈ ആലയത്തിൽ എങ്ങനെ കിട്ടിയത്. അല്ലെങ്കിൽ പോത്ത് മേടിച്ച് വീട്ടിൽ പോയാനിപ്പം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. നിന്നെ ഇങ്ങനെയാക്കി തീർക്കാൻ ദൈവം ചിലരെ നിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുക. ഫറവോൻ ഒരു നെഗറ്റീവ് ക്യാരക്ടറാ. ദൈവം അവനെ നിർത്തിയിരിക്കുക. നിങ്ങൾ ചിന്തിച്ചാൽ ആ ഫറവോൻ ആ ജീവിച്ചിരുന്നതിലൂടെ രണ്ട് കാര്യം വെളിപ്പെട്ടു. അതിലൊന്ന് ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു. ആമേൻ പറഞ്ഞില്ല? ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു. അതുവരെ തുറക്കാത്ത ദൈവശക്തി വെളിപ്പെട്ടു. രണ്ട്, സർവഭൂമിയിലും ദൈവത്തിന്റെ നാമം പ്രസ്താവിക്കേണ്ടതിന് സ്തോത്രം അതൊരു കാരണമായി തീർന്നു. സർവഭൂമിയിലും പരന്നു, ഒരു ദൈവമുണ്ട്. അന്നത്തെ ഏറ്റവും വലിയ ഭരണാധികാരിയ ഫറവോൻ, അവനെ തീർത്തൊരു ദൈവമുണ്ട്. ദൈവം ഇങ്ങനെ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തിരിക്കാൻ ദൈവത്തിന് കഴിയും. ആമേൻ പറഞ്ഞാട്ടെ, ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ.
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്രതിസന്ധികൾ എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ ആരായണം. ആമേൻ. മോശ ദൈവത്തോട് ആരാഞ്ഞു, എന്തിനാ കർത്താവേ ഇവനെ ഇങ്ങനെ നിർത്തിയേക്കുന്നത്? ഹല്ലേലൂയ. നമ്മളൊക്കെ ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ തോന്നാറില്ലേ, ആ ഒട്ടകത്തെ കൊന്ന സമയത്ത് ആ ഇയ്യോബിന്റെ ഭാര്യയെ തല്ലിക്കൊന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾ ആരും ഇവിടെ ഇല്ല അല്ലേ? ആരും കേട്ടില്ല. ആ ഒട്ടകത്തെ തല്ലിക്കൊന്ന സമയത്ത് ഈ കെട്ടിയവൻ ഒരു സമാധാനം കൊടുക്കാത്ത ഈ ഭാര്യയെ തല്ലിക്കൊന്നിരുന്നെങ്കിൽ, അങ്ങനൊന്നും ദൈവം ചെയ്യത്തില്ല. ചിലരെയൊക്കെ ദൈവം അങ്ങനെ നിർത്തിയിരിക്കുക. നിന്നെ ഒന്ന് പണിതെടുക്കാൻ വേണ്ടി അവരെ നിർത്തിയേക്കുക. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഇതിനകത്തൂടെ പ്രധാനമായ ചില കാര്യം നിങ്ങളെ പഠിപ്പിക്കാം. ഒന്ന്, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ അത് പ്രാർത്ഥിച്ചിട്ട് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ദൈവപ്രവൃത്തി അതിലൂടെ വെളിപ്പെടാൻ പോവാം. ഒരു ദൈവപ്രവൃത്തി അതിലൂടെ വെളിപ്പെടാൻ പോവുക. കൈ ഉയർത്തി ആമേൻ പറഞ്ഞു. ദൈവപ്രവൃത്തി അതിലൂടെ. കൈകളെ ഉയർത്തി ഒരിക്കൽ കൂടി പറഞ്ഞാട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. രണ്ട്, ഒരു ദൈവവൈതൽ പ്രതിസന്ധികളുടെ കടന്നു പോകുന്നതിന്റെ കാരണം എന്താ? അത് പ്രാർത്ഥിച്ചിട്ട്, പ്രതിസന്ധികൾ പ്രാർത്ഥിച്ചാൽ മാറും. പറഞ്ഞാട്ടെ, പ്രതിസന്ധികൾ പ്രാർത്ഥിച്ചാൽ മാറും. പ്രാർത്ഥിച്ചാൽ കാറ്റമരും, പ്രാർത്ഥിച്ചാൽ തിരമാല മാറും, പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. ഇനി അടുത്തൊരു കാര്യം, പ്രാർത്ഥിച്ചിട്ട് പ്രതിസന്ധി മാറുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം, രണ്ടാമത്തെ കാര്യമാണ്, പ്രതിസന്ധി അല്ല മാറേണ്ടത്, നീയാണ് മാറേണ്ടത്. അതിന് ആമേൻ പറഞ്ഞില്ല. എല്ലാവരും മാറിയാൽ മതിയോ? നിനക്കൊരു മാറ്റം വേണ്ടേ? ഒന്ന് അടുത്തിരിക്കുന്നവർക്ക് പറഞ്ഞേ, ഒരു മാറ്റം വേണ്ടേന്ന് പറഞ്ഞേ. പറയടാ, അടുത്തിരിക്കുക, അവനോട് പറയടാ. കടലും തിരമാലയും എല്ലാം മാറിയിട്ട് നീ ആ പഴയ ചങ്കരനായിട്ട് തന്നെ ഇരുന്നാൽ മതിയോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അമ്മച്ചിക്ക് മതി, അമ്മച്ചിക്ക് എത്ര പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ചില പ്രതിസന്ധികൾ മാറാനല്ല, നിന്നെ മാറ്റാനാ. കാരണം ദൈവത്തിനൊരു വലിയ പദ്ധതിയാണ്, നീയും മാറണം. കേട്ടില്ല? നീ എന്ത് ചെയ്യണം? എങ്ങനെ മാറണം? നീ നിന്നെ പോലെ ആകണം എന്നല്ല, നീ യേശുവിനെ പോലെ ആകണം. അതിനുവേണ്ടി ദൈവം ചില പ്രശ്നങ്ങൾ നിന്റെ ലൈഫിലേക്ക് ദൈവം അനുവദിക്കും. ഒരു വിഷയങ്ങൾ കൂടെ പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രശ്നമല്ല മാറേണ്ടത്, നീയാണ് മാറേണ്ടത്. എടാ, പ്രാർത്ഥിച്ചിട്ട് കടൽ മാറുന്നില്ലെങ്കിൽ പത്രോസേ, കടലല്ല മാറേണ്ടത്, നീയാണ് മാറേണ്ടത്. നീ അതിൻ്റെ മുകളിലൂടെ നടന്നങ്ങ് പൊക്കോണം. ചില പ്രശ്നങ്ങൾ നിന്നെ മാറ്റാൻ വേണ്ടിയാ. അതിന് ദൈവം, എനിക്ക് തോന്നുന്നു, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കും. ഈ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആരാന്നറിയാമോ? എത്ര പ്രശ്നങ്ങൾ വന്നിട്ട് മാറ്റമില്ലാത്ത വ്യക്തികളെയാണ് ദൈവം കൂടെ പ്രശ്നത്തിലൂടെ കടത്തിവിടുന്നത്. ആരും, കർത്താവിനൊരു വലിയ അജണ്ടയുണ്ട്. നിന്നെ പണിതെടുത്ത് ദൈവത്തിന്റെ മുമ്പിൽ നിർത്തണം. അല്ല, എന്ന് കൈ അടിച്ചു രാമേൻ പറ. അപ്പോൾ ഇത് ദൈവത്തിന്
ദൈവത്തിന്റെ ഒരു കാര്യമാണ്. ചില വലിയ പാവം പോലെ ഇരിക്കുന്ന ചില വ്യക്തിയൊക്കെ ചില പ്രശ്നം അങ്ങോട്ട് വരണം, അപ്പം കാണാം വെളിപ്പെട്ട് വരുന്നേ. ഈ പാമ്പ് ചത്തതാണോ അല്ലേന്ന് അറിയുന്നത് എങ്ങനെയാ? ഇച്ചിരി മണ്ണിട്ട് നോക്കിയാൽ മതി. ആരുമില്ല ഇവിടെ. പാമ്പ് ചത്തതാണോ അല്ലേന്ന് അറിയുന്നത് എങ്ങനെയാ? അപ്പൊ അറിയാം ചത്ത. മണ്ണങ്ങോട്ട് വീഴുമ്പം ചത്തതല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഇപ്പൊ ചില പ്രശ്നങ്ങളൊക്കെ അനുവദിക്കുന്നത് നമ്മുടെ ലൈഫിനെ തിരിക്കാൻ വേണ്ടിയാണ്. ഞാനിങ്ങനെയൊക്കെ പ്രസംഗിക്കും കേട്ടോ, കാരണം നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ ഇത് ദൈവജനം അറിയണം. അതുകൊണ്ട് ദൈവം ചില സമയങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങളിലൂടെ കടത്തിവിടും. പ്രത്യേകിച്ചൊരു ദൈവവിളിയുള്ളൊരു വ്യക്തി, അവന്റെ ജീവിതത്തെ പണിയാൻ ദൈവം ഒത്തിരി സമയങ്ങൾ എടുക്കും. ഞാനത് തുടർമാനം പ്രീച്ച് ചെയ്യുന്ന, ഞാൻ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞു, ദൈവത്തിന് അബ്രഹാമിനെ ഒരു കുഞ്ഞു കൊടുക്കുന്നതല്ല ദൈവത്തിന് പ്രാധാന്യം, ആ കുഞ്ഞ് പ്രാപിക്കുന്ന നിലയിൽ അവനെ പണിതെടുക്കുക എന്നുള്ളതാണ് ദൈവത്തിന് അധിക സമയം ആവശ്യം. ദൈവത്തിന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുക എന്നത് ഈസിയാ. പക്ഷെ ആ വിടുവിക്കുന്ന മോശയെ ദൈവത്തിന് പണിതെടുക്കാൻ 40 വർഷം മരുഭൂമി വേണം. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ കൈ ഉയർത്തി ആമേൻ പറ. എന്തൊക്കെയോ ആണെന്ന് ചിന്തിച്ച, എന്നെ കൊണ്ട് എന്തൊക്കെയോ കഴിയുമെന്ന് ചിന്തിച്ച, എന്നെ കൊണ്ട് എന്തൊക്കെയോ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച, ആത്മാവിലല്ല സ്വയത്തിൽ ബലപ്പെട്ട, പരിശുദ്ധാത്മാവിലല്ല കഴിവിൽ ബലപ്പെട്ട ഒരു മോശയുടെ വില്ലിനെ ദൈവം തകർക്കാൻ നീണ്ട 40 വർഷം ആടുകളുടെ കൂടെ ദൈവം വിട്ടു. 40 വർഷം ആടുകളുടെ കൂടെ മോശ നടന്നപ്പം ആദ്യം ഇറങ്ങിയ വീര്യം അവനില്ല. 40ാമത്തെ വർഷം ദൈവം മലമുകളിൽ ഹോരേബിൽ അഗ്നി കത്തിച്ചവനെ വിളിക്കുമ്പോ ദേ ഒടിഞ്ഞു വളഞ്ഞൊരുവൻ കയറി വരികയാ. എന്നിട്ട് അവനോട് പറയുന്നു, മിസ്രൈമിലേക്ക് പോകാം, ഞാൻ ജനത്തെ വിടുവിക്കുന്നു. ഉടനെ മോശ പറയുന്നു, അതിന് ഞാനോ? ഈ പ്രാപ്തനല്ലാത്ത ഞാനോ? ഈ വാക്ചാതുര്യമില്ലാത്ത ഞാനോ? ഈ കഴിവില്ലാത്ത ഞാനോ? എന്നെ കൊണ്ടൊന്നും കഴിയില്ല. 40 വർഷത്തിന് മുമ്പ് പഠിച്ച അഭ്യാസത്തിലും അറിഞ്ഞ അറിവിലും വളർന്ന കഴിവിലും അവന്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ടായിരുന്നു, എനിക്ക് എന്തൊക്കെയോ കഴിയുമെന്ന്. എന്നാൽ അങ്ങനത്തെ ഒരു കഴിവിൽ ദൈവത്തിനൊന്നും ചെയ്യാനില്ല. അതിനെ അവനെ ഒന്ന് ഉടയ്ക്കേണ്ടതിന് ദൈവം 40 വർഷം മരുഭൂമിയിൽ ഇട്ടു. അവനെ കൊണ്ടൊന്നും കഴിയത്തില്ലെന്ന് പറഞ്ഞ് ദൈവമേ നിനക്ക് എല്ലാം കഴിയുമെന്നൊരു തലത്തിൽ അവൻ എത്തിയപ്പോൾ ദൈവം അവനെ ഉണർവിനായി ഉപയോഗിച്ചു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ ദൂതനെ ആമേൻ പറയണം. സ്തോത്രം. ദൈവം നിന്നെ പണിതെടുക്കും കേട്ടോ. ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി നിന്നെ പണിതെടുക്കും കേട്ടോ. ഒരു ദൈവശക്തി വഹിക്കാൻ നിന്നെ പണിതെടുക്കും. നീ നിന്റെ കഴിവിൽ ആനന്ദിക്കരുത്, നീ നിന്റെ ശക്തിയിൽ ആശ്രയിക്കരുത്, നീ നിന്റെ ബുദ്ധിയിൽ പ്രശംസിക്കരുത്. ഞാൻ ഒന്നുമല്ല, ഞാൻ ഏതുമല്ല, ഞാൻ ആയിരിക്കുന്നത് കൃപയാലാണ് എന്ന് പറയുന്ന നിലയിൽ നിന്നെ തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് വിശ്വസിക്കുന്നവർ മക്കളെ ഒരു ആമേൻ പറഞ്ഞേ. ഇതെന്റെ കൈകളുടെ അധ്വാന ഫലത്താൽ ഉണ്ടാക്കിയ മഹദിയാം ബാബിലോൺ അല്ലയോ എന്നൊരുവൻ സ്വയത്തിൽ പ്രശംസിച്ചപ്പോൾ അവനെ അടിച്ച് ദൈവം താഴോട്ടിട്ടു. എന്നാൽ എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മോശയോട് പറഞ്ഞു, വാ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം, നീ 30 ലക്ഷത്തെ പുറത്തു കൊണ്ടുവരും. ഞാൻ ഈ പറയുന്ന വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാകട്ടോ.
അപ്പോൾ കേൾക്കുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ? പ്രശ്നങ്ങളൊന്നും നിങ്ങൾ വിളിച്ചു വരുത്തണ്ട. നിങ്ങൾ മാറുന്നില്ലെങ്കിൽ പ്രശ്നം വന്നോളും. ആരണ്ടൊക്കെ പാടാറുണ്ട്, കഷ്ടത വേണമെന്നൊന്നും പറയണ്ട, വിളിച്ച് വരവൊന്നും വേണ്ട, ഇപ്പം തന്നെ ഉണ്ട് ഒത്തിരി. പക്ഷെ നിന്നെ പണിയാൻ വേണ്ടി ദൈവം പല തീച്ചുളകളിലൂടെ നിന്നെ കയറ്റിവിടും. അത് നിന്നെ തകർക്കാനല്ല, നിന്നെ ദൈവം ആഗ്രഹിച്ച നിലകളിൽ നിന്നെ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിയാണ്. കൈകളെ ഉയർത്തി ആമേൻ. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഒരു ഇമേജ് ഉണ്ട് നിന്നെ കുറിച്ച്. ആ ഇമേജ് നിന്റെ അകത്ത് വരേണ്ടതിന് ദൈവം നിന്നെ പല വഴിയിലൂടെ കടത്തിവിട്ട് ആ ദൈവത്തിന്റെ ഇമേജ് നിന്റെ മേൽ കൊണ്ടുവരും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ഇമേജ് ക്രൈസ്റ്റ് ആണ്. അവൻ ദൈവ പ്രതിമയായ ക്രിസ്തു. കൈകളെ ഒന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ നിർത്തുന്നത്, ഒന്ന് ദൈവശക്തി കാണിക്കാൻ, ദൈവനാമം മഹത്വപ്പെടുത്താൻ, രണ്ട് നമ്മെ ഷേപ്പ് ചെയ്യാൻ. ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? ഈ കോലം കൊണ്ടൊന്നും ദൈവസന്നിധിയിൽ ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ. ഒറ്റ കോലം മാത്രം അവിടെ എത്തത്തുള്ളൂ. ജീസസ്. അവനെ എന്നിൽ വെളിപ്പെടാൻ പ്രസാദിപ്പിച്ചപ്പോൾ, ആമേൻ പറഞ്ഞട്ടെ, അവനെ എന്നിൽ വെളിപ്പെടുത്താൻ പുതിയ യെരൂശലേം വെളിപ്പെടുമ്പോൾ ഉണ്ടല്ലോ, ക്രിസ്തുകൾ കൊണ്ട് നിറയും. കേട്ടില്ല? ക്രിസ്തുവിനെ കൊണ്ട് നിറയും. ഓരോരുത്തൻ ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി വെളിപ്പെടും. കൈകളെ ഒന്ന് അടിക്കാൻ പറ്റുമെങ്കിൽ കൈകളെ ഒന്ന് അടിച്ച്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ മേൽ ദൈവം പ്രതിസന്ധികൾ അനുവദിക്കുന്നത്, നിങ്ങളുടെ മേൽ ദൈവം പ്രതിസന്ധികളെ ഇടുന്നത് പ്രതിസന്ധി മാറാനല്ല, നിങ്ങൾ മാറാനാ. അടുത്തിരിക്കുന്നവർക്ക് അത് പറ്റുവാണെങ്കിൽ കൈ കൊടുത്ത് പറ, ഒരു മാറ്റം നിനക്ക് വേണമെന്ന്. കുറെ മിടുക്കരൊന്നും പറഞ്ഞിട്ടില്ല, കുഴപ്പമില്ല. ആമേൻ. ഒരു മാറ്റം വേണം. കൈകളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അമ്മച്ചി സ്ട്രോങ് ആ, ധൈര്യമായിട്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ പഴയ നിയമത്തിൽ നിന്ന് പാസ്റ്റർ ഒത്തിരി പ്രസംഗം എന്താ പറഞ്ഞാൽ, പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് ഒത്തിരി വിവരിക്കുന്നില്ല. പഴയ നിയമത്തിലേക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് ആദ്യം തൊട്ട് അവസാനം വരെയൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനകത്തോടെ ഒരു വ്യക്തിയിലൂടെ ദൈവം കടന്നുപോയി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ സദൃശ്യത്തിനായിട്ട് ഈ പഴയ നിയമത്തിലെ വ്യക്തികളെ പലപ്പോഴും എടുക്കണേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു 7 വർഷം ലേഖനം മാത്രം പ്രസംഗിച്ച ആളാണ്. ഞാനത് പ്രസംഗിച്ചാൽ നിങ്ങൾ ആരും ഇവിടെ ഇരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ആമേൻ. ഹല്ലേലൂയ. അന്ന് എനിക്ക് ചർച്ച് മിനിസ്ട്രി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പ്രസംഗിച്ചത്. ചർച്ച ഉള്ളപ്പം ഇങ്ങനെയൊക്കെ പ്രസംഗിക്കണം, അതുകൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നത്. യാക്കോബ് എന്നൊരു വ്യക്തി ഒരു ചെറിയ തീയിലൂടെയാണോ കടന്നുപോയേ? നിങ്ങൾ ആരും മിണ്ടുന്നില്ല. മക്കൾ എൻ്റെ കൂടെ വന്നാട്ടെ.
യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി മോനെ ചെറിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയെ. അവൻ ജനിച്ചെന്ന് മുതൽ ഏകദേശം അവൻ മിസ്രൈമിൽ ഫറവോന്റെ അടുക്കൽ നിൽക്കുന്നവരെയും നീണ്ട വർഷങ്ങൾ ഭയങ്കര പ്രതിസന്ധികളിലൂടെ കടന്നുപോയെ. അത് ദൈവം അനുവദിച്ചതാണ്. കേട്ടില്ല? പറഞ്ഞാട്ടെ, അത് ദൈവം എന്തിനു വേണ്ടി? ആ വാക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക്. കൊള്ളാവുന്നവനായി തികയേണ്ടതിന് ദൈവം അനുവദിച്ചതാണ്. ആമേൻ പറഞ്ഞാട്ടെ. കൊള്ളാവുന്നവനായി. നിങ്ങൾ വചനം പോലെ മാറാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കണം. സമർപ്പിച്ചില്ലെങ്കിൽ ദൈവത്തിന് നിന്നെ അനുഭവങ്ങളിലൂടെ കടത്തിവിടണം. എന്തിനു വേണ്ടി? നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ. ആമേൻ. കേൾക്കുന്നുണ്ടോ? ക്രിസ്തു നമ്മളിൽ വെളിപ്പെടുവോളം ദൈവത്തിന്റെ പണിശാലകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് ജനം പ്രാർത്ഥിക്കണം, നിന്റെ രൂപവും ഭാവവും എന്നിലാകണം. എന്നെ കാണുന്നവൻ യേശുവിനെ കാണുന്നത് പോലെ ആകുന്ന നിലകളിൽ അപ്പാ നീ എന്നെ പണിതെടുക്കണേ. അതുകൊണ്ടാണ് യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി, എൻ്റെ കൂടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? അടുത്തിരിക്കുന്നവർക്കും ദയവായിട്ടൊന്ന് കൈ കൊടുത്ത് പറ, വചനം കേൾക്കാൻ പറ. എന്നെ ഉറങ്ങുന്ന ചോദിച്ചേ. നീ കണ്ണുടച്ച് എന്നാ ധ്യാനിക്കുന്നു? ഇപ്പം വചനം കേൾക്കാൻ പറ. ഈ സമയത്ത് ഭയങ്കര ധ്യാനം. എന്നിട്ട് വെട്ടുപോത്ത് കയറി വരുന്നതും പട്ടി ഷൂസ് ഇടുന്നതും കാണും. ആന പല്ല് തേക്കുന്നതും. വചനം കേൾക്കും. വചനം എന്നോട് കൈ കൊടുത്ത് പറ, വചനം കേൾക്കാൻ പറ. കൈ കൊടുത്തായിരുന്നവന്. ദൈവനെ ആരും കൈ കൊടുത്തില്ല. നീ അതിനെ ഞെക്കിക്കൊണ്ടിരിക്കാതെ വചനം കേൾക്കണം. ഹല്ലേലൂയ. പറ, എന്നോടും പറ. വചനം കേൾക്കണം. നിങ്ങളും പറ ഇങ്ങോട്ട്. ഓക്കെ. ചുമ്മാ എല്ലാ ദിവസവും പ്രസംഗിച്ചുകൊണ്ടിരുന്നാ പോരുന്നു. ഹല്ലേലൂയ. ദൈവം ചില പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് പ്രശ്നത്തെ മാറ്റാനല്ല, അതിനേക്കാൾ മുകളിൽ ദൈവത്തിന് നമ്മെ മാറ്റണം. അതുകൊണ്ട് യെശയ്യാ പ്രവാചനത്തിൽ ഒരു വചനമുണ്ട്. ആമേൻ. അതുകൊണ്ട് ആമേൻ, യാക്കോബേ, ഞാൻ സൃഷ്ടിച്ച ഇസ്രയേലേ. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. എത്രയാണ്? യെശയ്യാവ് 54 ഓർമ്മയില്ല. പെട്ടെന്ന്. ഒടുവായ യാക്കോബേ, ഇസ്രായേൽ പരിശേ. ഓനെ അതല്ല, അതാണോ? ഒന്നാമത്തെ വാക്യം 41 ദ്വീപുകളെ എൻ്റെ. അതല്ല മോനെ, വേറൊരു വാക്യമുണ്ട്. യെസ്, 43. ഓക്കെ. ഇപ്പോഴേ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും, യാക്കോബേ, ഇസ്രായേലേ, സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി. അപ്പോൾ ആരാ സംസാരിക്കുന്നത്? സൃഷ്ടിച്ചവനും നിർമ്മിച്ചവനും അരുളി ചെയ്യുകയാണ്. പറഞ്ഞാട്ടെ, സൃഷ്ടിച്ചവനും നിർമ്മിച്ചവനും അരുളി ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും അവന്റെ തോളി തട്ടി പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുന്നേ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. ഞാൻ നിന്നെ സൃഷ്ടിച്ചവനാണ്. ഞാൻ നിന്നെ നിർമ്മിച്ചവനാണ്. ഞാൻ നിന്നെ വീണ്ടെടുത്തതാണ്. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചതാണ്. എനിക്കുള്ളവൻ തന്നെയാ. എന്തൊരു ദൂതല്ലേ! നിങ്ങൾ ഈ വചനത്തോടെ ഇറങ്ങിയാലേ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. നിന്നെ സൃഷ്ടിച്ചത് ഞാനാ, നിന്നെ നിർമ്മിച്ചത് ഞാനാ, നിന്നെ വീണ്ടെടുത്തത് ഞാനാ,
പേര് ചൊല്ലി വിളിച്ചത് ഞാനാ. അടുത്തൊരു കാര്യം, എൻ്റെ ആടാ മോനെ. അവിടെ വാക്യം തീരുമായിരുന്നെങ്കിൽ സന്തോഷം. അടുത്തൊരു വാക്യം എഴുതിയേക്കുന്നു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് കൊണ്ടും ഞാൻ വീണ്ടെടുത്തത് കൊണ്ടും പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നതുകൊണ്ടും വെള്ളം ഇല്ലെന്ന് നീ പറയരുത്. നീ വെള്ളത്തിലൂടെ കടക്കും. പിന്നെന്താ അടുത്ത ദൂത്? കടക്കുമ്പോഴും നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ നദികളിൽ കൂടി, നീ നദിയുണ്ട്, അതിലൂടെ നീ കടക്കുമ്പോൾ അത് നിന്നെ മുക്കുകയില്ല, കവിയുകയില്ല. അടുത്തത്, നീ തീയിൽ കൂടി, തീയുണ്ട്, തീയിലൂടെ നടന്നാൽ വെന്തു പോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കും. എടാ, ഞാൻ നിന്നെ സൃഷ്ടിച്ചത് കൊണ്ടും ഞാൻ നിന്നെ നിർമ്മിച്ചത് കൊണ്ടും ഞാൻ നിന്നെ വീണ്ടെടുത്തത് കൊണ്ടും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത് കൊണ്ടും നീ എനിക്കുള്ളവനായതുകൊണ്ട് പ്രശ്നമില്ലെന്ന് നീ പറയരുത്. നിനക്ക് വെള്ളവുമുണ്ട്, നിനക്ക് നദിയുമുണ്ട്, നിനക്ക് തീയുമുണ്ട്, നിനക്ക് അഗ്നിയുമുണ്ട്. പക്ഷേ ഒരു ഗ്യാരണ്ടി ഞാൻ നിന്റെ മുഖത്ത് നോക്കി പറയാം, നീ മുങ്ങത്തുമില്ല, നീ ഒഴുകത്തുമില്ല, നീ കത്തത്തുമില്ല. മറിച്ച് നീ ഒരു സ്ഫടികം പോലെ, ഒരു തീക്കകത്ത് വീണ സ്വർണം പോലെ നീ പൊങ്ങി വന്നിരിക്കും. കൈ ഉയർത്തി പറഞ്ഞാട്ടെ. കത്തിച്ചാമ്പലാകുന്ന ഒരു കൂട്ടം കച്ച് തുരുമ്പല്ല നീ, മറിച്ച വിലയേറിയ കല്ലായി തീയിലൂടെ കടന്ന് കയറി വരുന്ന ഒരു വിലയേറിയ കല്ലാണ് നീ. കൈ ഉയർത്തി ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം പറ. നിങ്ങളുടെ ഉള്ളത്തിൽ വചനം കയറുന്നുണ്ടോ മക്കളെ? നിനക്ക് വെള്ളമുണ്ട്, നിനക്ക് നദിയുണ്ട്, നിനക്ക് തീയുണ്ട്, നിനക്ക് അഗ്നിയുണ്ട്. പക്ഷെ മോനെ, നീ ചാമ്പലാകത്തില്ല. മോനെ, നീ ദഹിക്കപ്പെട്ടു പോകത്തില്ല. തീരെ തോക്കൂ, അഗ്നിയെ തോക്കൂ, വെള്ളമേ തോക്കൂ, നീ തോക്കത്തില്ല. കാരണം ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഈ തീയിലൂടെ നിന്നെ കടത്തി വിടുമ്പോൾ ചിലത് നിന്നിൽ നിന്ന് പോയിരിക്കും. ഈ വെള്ളത്തിലൂടെ കടത്തി വിടുമ്പോൾ ചിലത് നിന്നിലൂടെ പോയിരിക്കും. ഈ അഗ്നിയിലൂടെ നീ കടന്നു പോകുമ്പോൾ ചിലത്, ഈ അഗ്നിയിൽ നിന്ന് നീ പുറത്തു വന്നാൽ നീ അഗ്നിയാണ്. ആമേൻ പറഞ്ഞില്ല? അഗ്നിയിൽ നിന്നൊന്ന് പുറത്തു വന്നാൽ, പറഞ്ഞില്ലേ? അഗ്നിയിൽ നിന്നൊന്ന് പുറത്തു വന്നാൽ, വലിയ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തോട്ട് ഇരുമ്പ് കയറ്റി വെക്കണം. പിന്നെ അത് ഇരുമ്പെന്നല്ല പറയുന്നത്, തീക്കട്ട എന്ന് പറയുന്നേ. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇതുപോലെ ദൈവം ചിലരെ പണിതെടുക്കാൻ പോകുകയാണ്. നിങ്ങൾ ഇന്ന് ഇവിടുന്ന് കേട്ടിട്ട് പോകുന്ന വചനങ്ങൾ നിങ്ങളെ അത്ഭുതമാക്കുവാൻ പോകുകയാണ്. കൈ ഉയർത്തി മക്കളെ ദൈവത്തെ സ്തുതിക്ക്. ആമേൻ, ആമേൻ. എന്തിന്? നിന്നെ പണിതെടുക്കാൻ വേണ്ടി. പറഞ്ഞാട്ടെ, നിന്നെ. യാക്കോബ് എന്ന മനുഷ്യൻ എത്ര പ്രശ്നങ്ങളിലൂടെ കടന്നുപോയേ ആണോ? വീട്ടിനകത്ത് ഒറ്റപ്പെട്ടു. അവന് അമ്മയെ കാണാൻ പറ്റിയില്ല. തിരിച്ചു വന്നപ്പം ലാബാന്റെ വീട്ടിൽ കഷ്ടപ്പെട്ടു. വഴിയിൽ ഏശാവ് എതിരിട്ടു. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. യാക്കോബിന്റെ വലിയൊരു വേദന, ഒരു മകൾ നശിക്കപ്പെട്ടു. ഇതിനൊന്നും വിവരിക്കാൻ എനിക്ക് സമയമില്ല. ഒറ്റ പെൺകുഞ്ഞ് നശിക്കപ്പെട്ടു. അതിന്റെ കെയർ ഓഫിൽ രണ്ടുപേർ ശപിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ കടന്നുപോയ പെയിനാണ് ഞാൻ പറയുന്നത്. തീർന്നില്ല. ഒരു സമയം കഴിഞ്ഞപ്പോൾ നീണ്ട വർഷങ്ങൾ യോസെഫിന്റെ നഷ്ടത്തിൽ വേദനിച്ചു. അന്നു മുതൽ അവന്റെ അകത്ത് ബെന്യാമിനോടുള്ള സ്നേഹം അകത്ത് കയറി. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഇവനെ നമ്മൾ കാണുന്നത് ബലഹീനനായ ഒരു മനുഷ്യനായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഓരോ പ്രശ്നങ്ങൾ
അവനകത്തടിക്കും തോറും അവനെന്ന യാക്കോബ് ക്ഷയിച്ച് അത് മുഴുവൻ മാറി അവൻ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ പറയുന്നത് ഒരു നിത്യതയുടെ സന്ദേശം പോലെ നിങ്ങൾ ഏറ്റെടുത്തോണം. ഇങ്ങനെയൊക്കെ ഈ വചനത്തിനൊരു ഡൈമെൻഷൻ ഉണ്ട്. നിങ്ങൾ അതിനും ചേർന്ന് ആമേൻ പറഞ്ഞോണം. ആമേൻ. പ്രശ്നങ്ങൾ മാറുകയല്ല, മറിച്ച് പ്രശ്നം നിന്നെ മാറ്റുകയാ. എനിക്ക് കുളിരുകോരുന്ന ഒരു വചനമുണ്ട്. എനിക്ക് ഏറ്റവും യാക്കോബിന്റെ ലൈഫിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ടെസ്റ്റിമണി ഉണ്ട്. അതിൻ്റെ ഒടുക്കത്തിൽ യോസേഫ് അയച്ച രഥങ്ങൾ ലഭിച്ച് ഇവൻ അതിനകത്ത് കയറി മിസ്രൈമിലേക്ക് ചെല്ലുമ്പോൾ ഫറവോൻ ചോദിക്കുകയാണ്, നിന്റെ അപ്പൻ വന്നോ? കേട്ടില്ല, അപ്പൻ വന്നോ? ഉടനെ പറഞ്ഞു, എൻ്റെ അപ്പൻ വന്നു. ഈ ഫറവോൻ, അന്നത്തെ ചക്രവർത്തി, ചോദിക്കുക, എനിക്കൊന്ന് അവനെ കാണണം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എനിക്കവനെ ഒന്ന് കാണണം. മിസ്രൈമിൽക്ക് ഏറ്റവും അറപ്പുള്ള ഗ്രൂപ്പാണ് ഇസ്രയേൽ ആട് വളർത്തുന്നവർ. ഇവന്മാർക്കൊരു പ്രത്യേക മണമുണ്ട്. അതുകൊണ്ട് ഇവന്മാർക്ക് ഇഷ്ടമില്ല ഇവരെ. മിസ്രൈമിനെ അറപ്പ ഇവന്മാരെ. പക്ഷേ യോസേഫിനോട് ചോദിക്കുക, അപ്പൻ വന്നോ? അപ്പൻ വന്നപ്പോൾ പറയുക, എനിക്കൊന്ന് കാണണം. ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് കാല് വെച്ച് യാക്കോബ് കയറി ചെല്ലുമ്പം നിങ്ങൾ കാണുന്ന വാക്ക് കാണണം. യാക്കോബിനെ കണ്ടിട്ട് ഫറവോൻ എഴുന്നേറ്റ് താഴേക്ക് ഇരുന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് അനുഗ്രഹിക്കുക. കണ്ടവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറ. ഫറവോന്റെ അനുഗ്രഹമല്ല യാക്കോബിന് വന്നത്. യാക്കോബിന്റെ അനുഗ്രഹം ഫറവോന്റെ തലയിലേക്ക് വരികയാണ്. യാക്കോബ് അവിടെ ചെന്ന് ഫറവോന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്താ ഈ അനുഗ്രഹം? പണമാണോ ഈ അനുഗ്രഹം? എന്താണ് ഈ അനുഗ്രഹം? സമ്പത്താണോ ഈ അനുഗ്രഹം? ഫറവോന്റെ യാക്കോബിനേക്കാൾ സമ്പത്തുണ്ടല്ലോ ഫറവോന്, യാക്കോബിനേക്കാൾ നന്മകൾ ഉണ്ടല്ലോ ഫറവോന്. ഇപ്പോൾ ഈ യാക്കോബ് വന്നത് ആഹാരമില്ലാതെയല്ലേ വന്നേ. അപ്പോൾ ഈ അവന്റെ മേൽ എന്താണ്? സമ്പത്താണ് അനുഗ്രഹം. അവൻ പറയും, സമ്പത്തല്ല അനുഗ്രഹം, പണമല്ല അനുഗ്രഹം, എനിക്ക് യാബോക്കിൽ നിന്ന് ദൈവം തന്ന ഒരനുഗ്രഹം എൻ്റെ തലമേലുണ്ട്. ആരെങ്കിലും മനസ്സിലെ പണത്തെക്കാൾ വലുതൊന്നുണ്ട് കേട്ടോ, അത് ദൈവത്തിന്റെ ഒരു കൈയാണ്. യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് ഇന്ന് പകലൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? രാജാക്കന്മാർക്ക് കൊടുക്കാൻ നമ്മൾക്ക് ഇതാണുള്ളത്. അധികാരികൾക്ക് കൊടുക്കാൻ ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ തലമുറയ്ക്ക് കൊടുക്കാൻ ഇതാണ് നമുക്കുള്ളത്. പണത്തിന്റെ മുകളിൽ, നന്മകളുടെ മുകളിലുള്ള ഒരു ദൈവത്തിന്റെ ഫേവർ. നിന്റെ പട്ടണത്തിൽ പണക്കാരധികം കാണും, പക്ഷെ നീ ചുമക്കുന്ന ബ്ലെസ്സിങ് അവന്റെ മേലില്ല. അത് കൊണ്ട് വെക്കാൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. ഫറവോന്റെ തലയിൽ കൈവച്ച് യാക്കോബ് ഇവനെ അനുഗ്രഹിക്കുമ്പോൾ ഫറവോനോട് ഫറവോൻ യാക്കോബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, യാക്കോബ് എത്ര വയസ്സായി? How old are you? എത്ര വയസ്സായി? ഉടനെ നെഞ്ചു വിരിച്ചവൻ എന്ന് പറയുന്നു. ആ വാക്ക് ശ്രദ്ധിച്ചോണം. എൻ്റെ പരദേശ പ്രയാണം 130. കേട്ടില്ലേ? എൻ്റെ ഉറക്കെ പറഞ്ഞേ, പരദേശ പ്രയാണം 130. അതിന്റെ അർത്ഥം അദ്ദേഹം വാ തുറന്നു പറഞ്ഞു, ഇത് പരദേശ, എനിക്കൊരു സ്വദേശമുണ്ട്. ആരും മിണ്ടുന്നില്ല. ഇത് പരദേശമാ, പക്ഷെ എനിക്കൊരു സ്വദേശമുണ്ട്. ഇത് പരദേശമാ. ഞാൻ ജസ്റ്റ് ഒരു പാസിംഗ് വേ, ചുമ്മാ ഒന്ന് നടന്നതേ ഉള്ളൂ. പക്ഷെ ഇതല്ല എൻ്റെ നാട്, ഇതല്ല എൻ്റെ വീട്, ഇതല്ല എൻ്റെ സ്ഥലം. ഒരു വീട്ടിലേക്കുള്ള യാത്രയാ.
അവിടെ എൻ്റെ അപ്പനായ ഇസഹാക്കുണ്ട്, എൻ്റെ വെല്ലിപ്പനായ അബ്രഹാമുണ്ട്, എനിക്കൊരു വീടുണ്ട്. അവിടേക്കുള്ള യാത്രയിൽ ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് നിന്നെ ഒന്ന് ബ്ലസ് ചെയ്യുകയാണ്. ഓ, കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. അവൻ യഥാർത്ഥ ജീവിതം കണ്ടു. മക്കളെ കൈ ഉയർത്തി ആമേൻ പറ. ഈ തെളിഞ്ഞ വെള്ളം, ഈ കുപ്പി ഗ്ലാസിനകത്ത് വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കതിന്റെ അടിവരെ കാണാം. അതുപോലെ ക്രിസ്റ്റൽ ക്ലിയറായി, ഒരു തരി പോലും ഇല്ലാതെ ജീവിതം മുഴുവൻ പണിയപ്പെട്ട് ഒരുവൻ ഫറവോന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവൻ പെർഫെക്റ്റായി, അവൻ കറക്റ്റായി, അവൻ കടന്നുപോയ തീയിലൂടെ, അവൻ കടന്നുപോയ അഗ്നിയിലൂടെ, അവൻ കടന്നുപോയ നദിയിലൂടെ, അവൻ കടന്നുപോയ വെള്ളത്തിലൂടെ അവൻ തകർന്നില്ല, അവൻ ക്ലിയറായി. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ നിന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, നിന്നെ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്. ഈ ദൈവത്തെ ഒന്ന് കൈ ഉയർത്തി സ്തുതിക്കും മക്കളെ. ഞാൻ തുറന്നൊരു കാര്യം പറയാം, നീ ശരിയായില്ലെങ്കിൽ ഇനിയും തീ വരും. പക്ഷെ നീ കത്തിപ്പോത്തില്ല, നീ തകർന്നു പോത്തില്ല. കർത്താവ് നിന്നെ പണിയും. കാരണം നീ റിയൽ വേൾഡിലെത്തണം, നീ റിയൽ ലൈഫിൽ കാണണം. ആമേൻ പറയാൻ പറ്റുമോ? അതിന് ദൈവം പലതും അനുവദിക്കും. ആമേൻ പറയാവോ? ഇങ്ങനെ ഒരു വെളിപ്പാടിലെത്തുമ്പോൾ നീ ദൈവസന്നിധിയിൽ പറയും, കർത്താവേ എന്നെ പണിതെടുക്കണേ, എന്നെ ശുദ്ധീകരിക്കണേ, എന്നെ കഴുകണേ, എന്നെ വെടിപ്പാക്കണേ. എന്താ ഇങ്ങനെ കേട്ടിട്ടൊക്കെ ഈ ഉറങ്ങുന്നേ? നിങ്ങളെന്താ എടുക്കാത്ത ഈ വചനം? നിന്നെ അവൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഓരോ പ്രശ്നത്തിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കറക്റ്റായില്ലേ? കേട്ടില്ല. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളിലൂടെ അവൻ തികഞ്ഞവനായി തീർന്നു. സ്തോത്രം. പെർഫെക്ഷൻ. ഒരു കാര്യം ഉറപ്പാ, നീ ദൈവത്തിന്റെ പൈതലാണോ? നീ ഇറ്റേണിറ്റിക്ക് വേണ്ടി സെലക്റ്റഡ് ആണോ? നിന്നെ പൊന്നു പോലെയാക്കും. ആരും മിണ്ടുന്നില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ച് ഏറ്റെടുത്തോ. നിന്നെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ, യേശുവേ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആൽവി അവിടെ ഇരുന്നേ. നീ മാത്രം ഇന്നത് ഓടി നടക്കുന്നു. അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നു. ഷേർലി ആൻറ്റിക്ക് ഒത്തിരി ഇഷ്ടം. നീ അവിടെ ഇരുന്നു. ഓക്കെ. ഷേർലി ആൻറ്റി എന്തോ ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. കൈകൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മനസ്സിലായോ വചനം? മക്കളെ, നമ്മളെ പണിതെടുക്കും ദൈവം. മക്കളെ പണിതെടുക്കും. മക്കളെ, എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ എത്രയോ പ്രശ്നങ്ങളുടെ ദൈവം എന്നെ കടത്തി വിട്ടു. വേറൊന്നുമല്ല, ഞാൻ ഒത്തിരി ശരിയാകാനുണ്ടായിരുന്നു. കേട്ടില്ല, ഒത്തിരി ശരിയാകാനുണ്ടായിരുന്നു.
ഒത്തിരി നന്നാകാനുണ്ടായിരുന്നു. അതിന് കർത്താവ് പലതും എനിക്ക് അനുവദിച്ചു തന്നു. അതുകൊണ്ട് പലയിടങ്ങളിൽ ഞാൻ ജയിച്ചു. ഇന്ന് പണ്ടത്തെ പോലെ ഭയങ്കര വീറൊന്നും എനിക്കില്ല. ഒരു കാര്യം ചെയ്യണമെങ്കിൽ 10 വട്ടം പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. പേടിയാ, കേട്ടില്ല, പേടിയാ. ഹല്ലേലൂയ. ആ രക്തത്തളുപ്പിലൊക്കെ ഒന്നും ചെയ്യാൻ ഇപ്പം തോന്നത്തില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ 10 വട്ടം ആലോചിക്കും, പ്രാർത്ഥിക്കും. കയ്യിൽ പണം ഉണ്ടെങ്കിലും വഴിയുണ്ടെങ്കിലും ആ പണ്ടത്തെ വീര്യം അത് പോയതിനായി സ്തോത്രം. കാരണം ഇനി പൊളിയാൻ എനിക്ക് പറ്റില്ല. ദൈവം നമ്മളെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ജീവിതത്തെല്ലാം പണിതെടുക്കുകയാണ്. കർത്താവിൻ്റെ കാഹളം ധ്വനിച്ച ശേഷം മുണ്ടക്കയത്തോ 504 പനക്കച്ചറയിലെങ്ങ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ, കേട്ടില്ല. ഓ കാഹളനാദം കേൾക്കാറായി, ഓ കാഹളനാദം കേൾക്കാറായി, അകുലകാലം തീരാറായി, സാക്ഷികളെ. കൈകളെ ഉയർത്തി രാമ്യം പറഞ്ഞേ. രാജേഷ് പാസ്റ്റർ ഇങ്ങനത്തെ വചനമൊക്കെ പ്രസംഗിക്കുന്നത് പട്ടിണിയാ കഷ്ടതയാന്ന് പറഞ്ഞ് ഒന്നുമില്ലാത്ത നില ആക്കിയിട്ട് ഒരു മാസ്മരിക ലോകമൊന്നുമല്ല പ്രസംഗിക്കുന്നത്. നീ നന്നായിട്ട് ജീവിച്ച് ദൈവത്തെ അനുഭവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ആമേൻ. അല്ലാതെ നിത്യതയിൽ എല്ലാം ഉണ്ടെന്ന് ഓർത്തിട്ട് അവിടെ ഇവിടെ മാത്രം പട്ടിണിയായിട്ട് നീ നടന്നിട്ട് ദൈവത്തെ ചീത്ത പറഞ്ഞ് നടക്കരുത്. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ മുഴുവൻ അനുഭവിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിനക്ക് അനുവദിച്ച സകല അനുഗ്രഹങ്ങളും നീ കൈനീട്ടി പ്രാപിച്ചിരിക്കണം. നീ ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ചില്ലെങ്കിൽ നീ നാട്ടുകാരോട് കൈനീട്ടി മേടിക്കേണ്ടി വരും. പിന്നെ നിന്റെ ദൈവത്തെ എങ്ങനെ നിനക്ക് സാക്ഷീകരിക്കാൻ പറ്റും? അതിന്റെ അർത്ഥം ഇതുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞേ. ദൈവം നിങ്ങളെ പ്രശ്നങ്ങളിലൂടെ നിങ്ങളെ കടത്തിവിടുന്നത് നിങ്ങളെ മാറ്റാൻ വേണ്ടിയാ. എത്രത്തോളം നിങ്ങൾ പെട്ടെന്ന് വചനത്തോട് നിങ്ങൾ സമർപ്പിക്കുമോ അത്രത്തോളം ദൈവത്തിന് പണി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ദൈവം പുതിയ അമ്പും വില്ലുമൊക്കെ ആയിട്ട് അടുത്ത ആളെ കൊണ്ടുവരും. ഒരു കാര്യം ഉറപ്പാ, നിന്റെ ഈ അയഞ്ഞു കിടക്കുന്ന എല്ലാ സ്ക്രൂ അവൻ മുറുക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. Praise the Lord. ഇനി അടുത്തൊരു കാര്യം, ഇത് വലിയ ഒരു റീസണാണ്. അപ്പോൾ ഒന്ന്, പ്രശ്നങ്ങളിലൂടെ ദൈവം നിങ്ങളെ കടത്തിവിടുന്നത് ആദ്യം ഞാൻ ഓർപ്പിച്ച് ദൈവശക്തി വെളിപ്പെടുത്താനാണ്. 2, പ്രതിസന്ധികൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളെ മാറ്റാനാണ്. ഇനി അടുത്ത ഒരു സംഭവം ദൈവത്തിനുണ്ട്. ഓരോ പ്രശ്നങ്ങളിലൂടെ നിങ്ങളെ കടത്തിവിടുമ്പോ ഇതൊരു ഭയങ്കര വിഷയമാണ്. എൻ്റെ കൂടെ വരാമോ? ഓരോ പ്രശ്നത്തിലൂടെ കടത്തിവിടുമ്പം ദൈവത്തിന് ഒരു കാര്യം അറിയണം, നമ്മുടെ അകത്ത് എത്രത്തോളം ക്രിസ്തു ഉണ്ട്. കേട്ടില്ല? നമ്മുടെ അകത്ത് എത്രത്തോളം നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ, ഇങ്ങനെ കൈ നീട്ടി നിൽക്കുമ്പോഴൊന്നും അകത്തെ ക്രിസ്തു അറിയത്തില്ല.
കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രശ്നങ്ങളിലൂടെ ദൈവം നിന്നെ അനുവദിക്കും. എന്തിനാണെന്നറിയാമോ? നിന്റെ അകത്ത് എത്രത്തോളം ക്രിസ്തു ഉണ്ട്. അങ്ങനെ നിങ്ങൾ ബൈബിളിൽ നിന്ന് നോക്കുക. ദൈവം അവരെ പരിശോധിച്ചു. കേട്ടില്ല? ദൈവം അവരെ പരിശോധിച്ചു. പറഞ്ഞാട്ടെ, ദൈവം അവരെ പരീക്ഷിച്ചെന്നൊരു വാക്കല്ല, പരിശോധിച്ചു. ദൈവം ഒരിക്കലും പരീക്ഷിക്കുകയല്ല ചെയ്യുന്നത്, പരിശോധിക്കും. പറഞ്ഞാട്ടെ, ഈ സ്തോത്രം 1-ാം ക്ലാസ് പഠിച്ച ശേഷം 2-ാം ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ആയുടെ മുറിയെങ്കിലും പഠിച്ചോന്ന് എന്ത് ചെയ്യും? ഞങ്ങളെയൊക്കെ ടീച്ചർമാരൊക്കെ പരിശോധിച്ചിട്ട് എത്ര പ്രാവശ്യം കസേരയിൽ ഇരുന്നെന്നറിയാം. ഇതൊക്കെ മനസ്സിലാകുന്നേ ഇല്ലല്ലോ. സ്തോത്രം. അതെങ്ങനെ സ്കൂളിൽ വല്ലതും പോവോ? പഠിക്കുന്നെല്ലാം കേൾക്കുവോ? അപ്പൊ പരിശോധിക്കുമ്പോ ഒന്നുമില്ല. അപ്പൊ അവിടെ അങ്ങ് ഇരുത്തും. ഹല്ലേലൂയ. 10-ാം ക്ലാസ് 8-ാം ക്ലാസ് ഇരുന്നപ്പോൾ 1-ാം ക്ലാസ് പഠിച്ച പിള്ളേരുടെ കൂടെ പിന്നെ കയറി പോവുക. അവസാനം അവര് ഇനി ബെഞ്ച് ഒടിയെന്നോർത്ത് കയറ്റി വിടുക. ഹല്ലേലൂയ. ദൈവം നമ്മളെ പരിശോധിക്കും. അങ്ങനത്തെ ഒരു കാലം ഉണ്ട്. പക്ഷേ ഒരു പരിശോധനയ്ക്ക് ശേഷം നിനക്ക് പ്രമോഷൻ ഉണ്ട്. കൈകളെ അടിക്കാൻ പറ്റുമെങ്കിൽ കരങ്ങൾ അടിച്ച്. ഹല്ലേലൂയ. പരിശോധിക്കും. ഈ വചനങ്ങളൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും കേട്ടോ. ഈ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്ത് പോത്തുള്ളൂ. ഈ വഴി, ഈ ജംഗ്ഷനൊക്കെ നിങ്ങൾക്ക് വരും. ചിലപ്പോൾ ഇപ്പോൾ വന്നിട്ടില്ലായിരിക്കാം, വരും. ഈ വഴിയിലൂടെ പോത്തുള്ളൂ വീട്ടിലോട്ട്. ഹല്ലേലൂയ. ദൈവം നമ്മളെ എന്ത് ചെയ്യും? കുറേ കഴിയുമ്പം പരിശോധിക്കും. കാരണം എന്തെങ്കിലും അകത്തുണ്ടോ? അവൻ മാറയിൽ വെച്ച് അവരെ പരിശോധിച്ചു. പാട്ടൊക്കെ പാടി, എന്നാ പാട്ടായിരുന്നു എൻ്റെ ദൈവമേ. ആ മിരിയാമിൻ്റെ കയ്യടിയും അവൻ്റെ കൂടെയുള്ള ഡാൻസും ഒക്കെ ഒന്ന് കാണട്ടെ. അങ്ങനെ അവർ ഈ അത്ഭുതം എല്ലാം കണ്ട് അങ്ങോട്ട് ചെന്നപ്പത്തിന്, മാറയിലോട്ട് ചെന്നപ്പത്തിന് പാട്ട് പാടിയാൻ കഞ്ചർ എടുത്തൊരു ഒറ്റയേറ്. കഞ്ചർ പോയ പോക്ക് അത് വേറെ എൻ്റെ തലയിൽ വീണു. എന്നിട്ട് പറയാ, ഇതിനു വേണ്ടിയാണ് വിളിച്ചത്. വെള്ളമില്ല, കഞ്ഞിയില്ല, ഒരു വകയില്ല. നീണ്ട വർഷങ്ങൾ നിന്നെ നടത്തിയ ദൈവത്തെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും മുടങ്ങുമ്പോൾ അവിടെ നിന്ന് പിറുപിറുക്കുന്നെങ്കിൽ അതിനകത്തൂടെ തെളിയുന്ന കാര്യം നിന്റെ അകത്ത് ക്രൈസ്റ്റ് ഇല്ലെന്നാണ്. മനസ്സിലാകുന്നുണ്ട്, ക്രൈസ്റ്റ് ഇല്ലെന്നാണ്. ക്രിസ്തു ഇല്ല. നീണ്ട 25 വർഷം അബ്രഹാമിനെ ദൈവം വിളിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് ബഹുസമ്പന്നനാക്കി, ഏറ്റവും അനുഗ്രഹിച്ച്, സകലത്തിലും അനുഗ്രഹിച്ച്, ഐശ്വര്യമായി അനുഗ്രഹിച്ച്, തലമുറയും കൊടുത്ത്, എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം ഒരു ദിവസം രാവിലെ വിളിച്ച് പറഞ്ഞു, നീ ആ മകനെ ഒന്നുകൊണ്ട് മോറിയമലേക്ക് കൊണ്ടൊന്ന് ഞാൻ കഴിച്ചിട്ട് വാട്ടോ. ഇത്രേ ഉള്ളൂ. നമ്മളായിരുന്നു മൈക്കും എടുത്തെറിയും. കേട്ടില്ല. അങ്ങനെ ദൈവം നമ്മളോട് പറഞ്ഞു, നമ്മൾ അറ്റാക്ക് വന്ന് ചാകും. പേടിക്കണ്ട, നിന്നോടത് പറയത്തില്ല. കാരണം ദൈവത്തിനറിയാം ഒന്നും ഇല്ലെന്നറിയാം, ചുമ്മാ പടക്കമാണെന്നറിയാം ദൈവത്തിന്. ഹല്ലേലൂയ. കണങ്ങല്ലേ അങ്കിൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയോ നിങ്ങൾ ചിന്തിക്കരുത്. ഹല്ലേലൂയ.
പക്ഷെ ഇന്ന് ദൈവം കൊണ്ടുവന്ന കേട്ടോ. ഒരു സ്തോത്രം ചെയ്താൽ നിങ്ങൾക്ക് വചനം ഇഷ്ടപ്പെടുന്നുണ്ടോ? 25 വർഷം ഒന്നുമില്ലായ്മയെന്ന് മോനെ അവനെ വിളിച്ച് എല്ലാം കൊടുത്ത ശേഷം ആർത്തരാത്രി ഒരു ഒറ്റ വാക്കേ ഉള്ളൂ, നീ പോയി കൊച്ചിനെ കൊണ്ട് ഞാൻ കഴിച്ചിരിക്കുക കേട്ടോ. നമ്മളാണ് ഡിപ്രഷൻ വന്ന് അന്നേരപ്പോഴെ ചങ്ക് പൊട്ടിച്ചെത്താൻ. പക്ഷെ ഇവൻ ഇച്ചിരി ബലഹീനമായൊരു സാറയുണ്ട്, അവളോട് പറഞ്ഞില്ല. നീ കേൾക്കുന്ന എല്ലാ ശബ്ദവും സാറയോട് പറയരുത്, സാറ നിന്നെ സ്റ്റേഷനിൽ കൊണ്ടിടും. കേട്ടില്ല? നിന്റെ വെളിപ്പാട് നിന്റെ ഒപ്പം വളർന്നവരോടെ പറയാവൂ. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് സാറേ അബ്രഹാമിനെ കൊന്നു. എല്ലാം മനസ്സിലാക്കി ആമേ പറഞ്ഞു. ഇതിനിഞ്ഞ് വീട്ടിൽ ചെന്നൊക്കെ കേൾക്കണമെന്ന് ആർക്കറിയാം. ഹാപ്പി അബ്രഹാം സാറയുടെ മുമ്പിൽ ഹിഡനാക്കി. കൂടെ കുറെ അമ്മമാരുണ്ട്, 318 എണ്ണം. ഇമാര് ചെറിയ പുള്ളികളൊന്നുമല്ല, അഭ്യാസികളെ. ഇമാര് പോയി 8 രാജ്യത്തെ തോപ്പിച്ച് വന്നവന്മാരാ. ഇമാരെ കൂട്ടിയാ പോകുന്നേ. ഇമാരുടെ അങ്ങനെ രഹസ്യത്തിൽ പറഞ്ഞായിരുന്നെങ്കിൽ അബ്രഹാം ഏറി നിന്നേന. ഹിഡൻ. ഇന്നലത്തേൽ നിന്ന് ഒരു ഭാവ വ്യത്യാസമില്ല. നീറിക്കൊണ്ട് അബ്രഹാം കയറി. എവിടെ നിന്നാണോ നമ്മളിങ്ങനെ ഇമോഷണലി ആ പ്രസംഗിച്ചങ്ങ് പുള്ളിക്ക് ഒരു നീറലും ഇല്ല. ഐ നോ, എനിക്കെന്റെ ദൈവത്തെ അറിയാം. നെഞ്ചത്ത് കൈവച്ചവർ ഐ നോ. കൈ നെഞ്ചത്ത് വെച്ച് പറ, എനിക്കറിയാം എന്റെ ദൈവത്തെ. ഞങ്ങളൊക്കെ നിങ്ങളെ കണ്ണ് നിറയിപ്പിച്ചാറുണ്ട്. വേദനിച്ച അബ്രഹാം, കരഞ്ഞോണ്ട് അബ്രഹാം. ഒന്നുമില്ല, നീണ്ട 25 വർഷം ഇവൻ അനുഭവിച്ചറിഞ്ഞൊരു ദൈവം. അവനറിയാം ഇവൻ ബലഹീനനായിട്ട് പോലും ഇവനെ ബലഹീനപ്പെടുത്താത്തവനാണ് അവൻ. അവൻ പറഞ്ഞു, എനിക്ക് ഇസ്മയേൽ മതി, എനിക്ക് ഇസ്മയേൽ മതി, ഇസഹാക്കും വേണ്ട. ഇല്ല ഇല്ല ഇല്ല, നിനക്ക് ഞാൻ തരും എന്ന് പറഞ്ഞു ഉറപ്പായിട്ട് അവന് കൊടുത്ത ഒരു ദൈവത്തെ അറിയാം. നീ ചോദിച്ചതിനേക്കാൾ അധികം നിനക്ക് തന്നൊരു ദൈവത്തെ നിനക്കറിയാമോ? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മക്കളെ കൈ ഉയർത്തി ആമേൻ പറ. ഒരു പ്രശ്നമില്ല, അവൻ കൂളായിട്ട് പോയി. അപ്പം ഇസ്ഹാക്കിന്റെ സംശയം, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, അകമൃഗം എവിടെ? ഒരു നിമിഷം പോലും സംശയിക്കാതെ ഇടറുന്ന ശബ്ദത്തിലല്ല, ഉറക്കെ പറഞ്ഞു, യഹോവയീരേ, ഓനെ കരുതും, ഓനെ കരുതും. നിന്റെ തലമുറ സംശയങ്ങൾ പറയുമ്പോൾ നീ പറയണം, മോനെ കരുതും. ഘടകതന നിന്റെ തലമുറയെ ഉറപ്പിക്കുക എന്നുള്ളത് മാതാവേ നിന്റെ ദൗത്യമാണ്. നിന്റെ തലമുറയെ ഉറപ്പിക്കുക എന്നുള്ളത് പിതാവേ നിന്റെ ദൗത്യമാണ്. ദൈവം കരുതും മക്കളെ, ദൈവം കരുതും. ദൈവം വഴി തുറക്കും മക്കളെ, ദൈവം വാതിൽ തുറക്കും മക്കളെ, ദൈവം ജോലി തരും മക്കളെ, ദൈവം അനുഗ്രഹിക്കും മക്കളെ. ഇടറുന്ന ശബ്ദവുമായി നിൽക്കുന്ന നിന്റെ സന്തതിയെ ഉറപ്പിക്കേണ്ട ബലം നിനക്കുണ്ടായിരിക്കണം. ദൈവം നടത്തും. പിന്നെ ചോദ്യമില്ല. പാടിയുള്ള യാത്ര, യാഗപീഠം ഒരുക്കി
ഈ കൂടെ നിന്ന ഇസഹാക്കിന് ഇത്ര കോൺഫിഡൻസ് എന്നാന്നറിയാമോ? അപ്പന്റെ ഉറപ്പാ. നിന്റെ തലമുറയുടെ കോൺഫിഡൻസ് നിന്റെ ഉറപ്പായിരിക്കണം. ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ മാതാപിതാക്കളെ ബലപ്പെടുത്തുന്നു. തലമുറയ്ക്ക് ആൻസർ കൊടുക്കാൻ, തലമുറയ്ക്ക് റൈറ്റ് ആയിട്ട് മാതൃക കാണിക്കാൻ ഇതിനകത്തെ മാതാപിതാക്കളെ മേൽ ഞാൻ ബലം കൽപ്പിക്കുകയാണ്, ധൈര്യം കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ മാതാവേ നീ ബലപ്പെട്, പിതാവേ നീ ബലപ്പെട്. നിന്റെ തലമുറയുടെ സംശയത്തെ നീ ദൂരീകരിക്കുക, നിന്റെ ദൈവത്തെ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. എൻ്റെ യേശുവിന് നന്ദി, എൻ്റെ പൊന്നേശുവിന് നന്ദി, എൻ്റെ പ്രാണപ്രിയന് നന്ദി, എൻ്റെ ജീവനാഥന് നന്ദി, എൻ്റെ സ്നേഹനാഥന് നന്ദി, എൻ്റെ ഉയിരായവന് നന്ദി, എൻ്റെ ഉണർവായവന് നന്ദി, എൻ്റെ സകലമായ എൻ്റെ അപ്പയ്ക്ക് നന്ദി. I love you. യാഗപീഠത്തിലെത്തി ഇസഹാക്കിനെ കൈ കയറി പിടിച്ചപ്പോൾ മനസ്സിലായേ ഞാനാണ് യാഗമൃഗം. പക്ഷെ അപ്പന്റെ കോൺഫിഡൻസിൽ അവൻ പറഞ്ഞു, അപ്പാ മുറുകെ കെട്ടിക്കോ. അവൻ വാളെടുത്ത് വെട്ടാൻ ഹോങ്ങിയപ്പം സ്വർഗത്തിൽ നിന്ന് ഭയങ്കര ശബ്ദം, തൊടല്ല തൊടല്ല. കേട്ടില്ല, കേട്ട അബ്രഹാമേ, അബ്രഹാമേ, ആരെന്റെ മേൽ തുടരുത്. നീ നിന്റെ ഏകജാതനായ പുത്രനെ തരാൻ മടിക്കാഞ്ഞത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി. ആമേൻ പറയാൻ പറ്റുമോ? അപ്പോൾ നിന്റെ പരിശോധന നിന്നെ തകർക്കാനല്ല, നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കാനാണ്. നീ ഇന്നത്തെ ലെവലിലൊന്നും തീരത്തില്ല കേട്ടോ. നിന്റെ ഇന്നത്തെ അവസ്ഥയിലൊന്നും തീരുമെന്ന് സ്വപ്നം പോലും കാണരുത് കേട്ടോ. ഒരു മനുഷ്യനും ചിന്തിക്കാത്ത നിലകളിൽ നിന്റെ ഗ്രാഫിനെ ദൈവം പിടിച്ച് ഉയർത്താനാണ് ഈ പ്രതിസന്ധി. വിശ്വസിക്കുന്നവർ ആർത്ത് വിളിച്ച് യേശുവിനെ ഉയർത്തുക. പരിശോധന, നീ അറിഞ്ഞ ദൈവം നിന്റെ അകത്തുണ്ടോ നോക്കാനാ. അപ്പ ഞാൻ നിന്നോട് പറയാം, കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം നീ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിലും നീ താഴേക്ക് പോകത്തില്ല. നീ ഇടിച്ചു കയറും മേളിലോട്ട്. ഇടിച്ചു കയറും മേളിലോട്ട്. ഇന്നത്തെ റേഞ്ചിൽ നീ നാളെ നിൽക്കത്തില്ല. ഇന്നത്തെ മാസത്തിന്റെ റേഞ്ചിൽ അടുത്ത മാസം നീ നിൽക്കത്തില്ല. നീ അതിന്റെ മകളിൽ കയറിയിരിക്കും. കാരണം നിന്റെ ഉയർച്ച വരുന്നത് ഉയരത്തിൽ നിന്നാണ്. നിന്റെ പക്ഷത്ത് നിൽക്കുന്നത് ദൈവമാണ്. നിന്നെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്. നിന്നെ മാനിക്കുന്നത് ദൈവമാണ്. യഹോവ കൈ നീട്ടിയാൽ അത് മടക്കുന്നതാര്? പരിശോധന എന്തിന്? ഈ ദൈവം നിന്റെ അകത്തുണ്ടോ? ഈ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? ഈ ദൈവത്തെ നിനക്ക് എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ? അതോ ചുമ്മാ കൈയടിക്കാനുള്ളതാണോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർക്ക്, ഈ വചനത്തിലൂടെ അപ്പോൾ എന്തിനാ പ്രതിസന്ധികൾ? നിന്റെ അകത്ത് എത്രത്തോളം ക്രിസ്തു ഉണ്ട്. ഈ അപ്പമൊക്കെ കൊടുത്ത് ദൈവം നടത്തല്ലേ? ചുമ്മാ രാവിലെ എഴുന്നേക്കും AC റൂമിൽ നിന്ന് ഇറങ്ങി വരുമല്ലേ? വീടിന്റെ മുറ്റത്ത് മന്ന കൊടുക്കല്ലേ? ഇങ്ങനെ ചെയ്യാത്ത ചെരുപ്പും വളരുന്ന വസ്ത്രമൊക്കെ കൊടുത്ത് പോവല്ലേ? ഇപ്പൊ ദൈവം ചോദിച്ചു, ഇമാരുടെ അകത്ത് ഞാൻ ഉണ്ടോന്നൊന്ന് നോക്കിയേക്കാം.
അവൻ മരുഭൂമിയിൽ വെച്ച് മരുഭൂമിയിലെ മസാ നാളിൽ അവരെ ഒന്ന് പരീക്ഷിച്ചു. സ്തോത്രം. പരീക്ഷിച്ചപ്പോഴേ അമ്മര് എല്ലാം നേരെ തിരിഞ്ഞു. ഇന്നലെ വരെ നടത്തിയ ദൈവത്തിന് നേരെ വിരൽ. ഇവിടെ ആമേൻ മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണ് എന്നെ വിളിച്ച് ആ ചർച്ച്, ഞങ്ങളുടെ ചർച്ചിനകത്ത് നല്ല ആരാനില്ലെന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒന്നുമില്ല, AC പൈസ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി. അവിടെ ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് ഇവിടെ വന്നേ. ദൈവം വന്ന് കോപത്തിൽ സത്യം ചെയ്തു, ഇവനെ ഞാൻ കേട്ടില്ല. ഇവനെ ഞാൻ, അതിന്റെ അർത്ഥം എന്താണ്? ഇവന്റെ അകത്ത് യേശുവില്ല, പിന്നെ എങ്ങനെ കേറ്റും? പക്ഷെ ആ സമയത്ത് 2 പേർ, ഒത്തിരിയില്ല, ഒരു യോശുവ, ഒരു യാക്കോബ്, കാലേബ്. ദൈവം പറഞ്ഞോ ഓക്കെ ആണെന്നേ. ഞാൻ ഒത്തിരി ഭാഗങ്ങൾ വിട്ടുവിട്ടാ പ്രസംഗിക്കുന്നത്, എനിക്കറിയാം. പ്രതിസന്ധികൾ ദൈവത്തോടങ്ങ് പറ്റി നിന്നു. എത്ര പേർക്കായി ഉയർത്തി ആമേൻ പറയും? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വചനം നിങ്ങളോട് ഇടപെടുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിങ്ങൾ എടുക്കുന്ന ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ നാളുകളെ തീരുമാനിക്കുന്നത്. ഒരു പ്രശ്നം വരുമ്പോഴും ബൈബിൾ എടുത്തെറിഞ്ഞ് ദൈവത്തെ നോക്കി ചീത്ത പറഞ്ഞ്, എനിക്കറിയാം ഒരു പുള്ളി ദൈവത്തെ നോക്കി തുപ്പി. എന്തൊരു മനുഷ്യനല്ലേ അവനൊക്കെ. പിണങ്ങി ബൈബിൾ എടുത്തെറിഞ്ഞ് ഞാനങ്ങും ഇല്ലെന്ന് പറഞ്ഞ് ആരെ ആ സമയത്ത് നിനക്ക് പറയാൻ പറ്റണം, നന്മയല്ല അതൊന്നും ചെയ്തിടാ തിന്മ. എത്ര പറയും നന്മയ. പാട് മക്കളെ. തിന്മ ഓ നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ചെയ്യുകയുള്ളല്ലോ. ഓ നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ചെയ്യുകയുള്ളല്ലോ. ഓ തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഓ അത്ഭുതവാ, അതിശയവാ, നീ മാത്രമെൻ ദൈവമെന്നും. ഇങ്ങനെ നീ പാടുപോണ്ടല്ലോ, എൻ്റെ അപ്പൻ്റെ ഹൃദയം ഉണ്ടല്ലോ. ദൂതന്മാരോട് പറയും, ദൂതന്മാരോട് നീയൊന്നും ഇപ്പം പാടണ്ട, എൻ്റെ കൊച്ചു പാടുന്ന കേൾക്കും. നിങ്ങൾ മിണ്ടുന്നില്ല, അല്ലാതെ ആ സമയത്ത് കണ്ണുനീർ താഴ്വരെ എൻ്റെ പാട്ട്. ഒരാമേൻ പറയാൻ പറ്റുമോ? കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. ജീവിത
നന്ദി എന്നേശു. ഉള്ളത്തിൽ നിന്നെങ്കിലും പറയാൻ പറ്റുമോ? നന്ദി അപ്പാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശു പരാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ. ഇസ്രായേലിൻ കാവൽക്കാരൻ. ഓ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഓ യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്ക് ഹേതമൊട്ടും. യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്ക് ഹേതമൊട്ടും. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. ഓ അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. യേശുവിലൻ തോഴനെ കണ്ടേ എനിക്കെല്ലാമായവനേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, ശാരോനിൽ പരീതിർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ഹാപ്പി കൊടുക്കണം. എന്റെ കാരാഗ്രഹത്തിൽ പാടി ആരാധിക്കണം. നിന്റെ രണ്ട് കൈകളും കാലുകളും ചങ്ങലയിടുമ്പോൾ നീ പാടി ആരാധിക്കണം. നിനക്ക് മുമ്പോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ നീ നൃത്തം ചെയ്ത ദൈവത്തെ ആരാധിക്കണം. അങ്ങനത്തെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറയല്ല, ദൈവത്തെ കുറ്റം വിധിക്കുന്ന ഒരു തലമുറയല്ല. എൻ്റെ ദൈവം എനിക്ക് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാനൊരു വാക്ക് പറഞ്ഞ് നിങ്ങൾ ഏറ്റെടുത്തോണം. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നത്തിൻ്റെ ഉത്തരം ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ 10 വർഷം കഴിഞ്ഞ് നീ അത് മനസ്സിലായി അവൻ്റെ മുഖത്ത് നോക്കി ഒറ്റ വാക്ക് നീ പറയത്തുള്ളൂ, താങ്ക്സ് ലോർഡ്. കേട്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ജീവിതം പൂർത്തീകരിച്ച് ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നീ ഒത്തിരി തീയിലൂടെയും വെള്ളത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ നീ അവിടെ ചെന്ന് നിന്നിട്ട് അവന്റെ മുഖത്ത് നോക്കി 1000 വാക്ക് നിനക്ക് പറയാൻ കാണത്തില്ല. ഒറ്റ വാക്കേ പറയാനുണ്ടായിരിക്കുള്ളൂ, എൻ്റെ പ്രാണപ്രിയനെ, എൻ്റെ ആത്മനാഥനെ, എൻ്റെ ജീവനാഥനെ, എനിക്ക് വേണ്ടി ചങ്ക് പിളർന്നവനെ, എന്നെ രക്ഷിച്ചവനെ, എൻ്റെ അരുമനാഥനെ, എന്നെ വീണ്ടെടുത്തവനെ, എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും തന്നവനെ, എന്നെ തേടി വന്നവനെ, എന്നെ ചേർത്ത് പിടിച്ചവനെ, എന്നെ നെഞ്ചിന്റെ വിള്ളലിൽ മറച്ചു പിടിച്ചവനെ, എന്നെ രക്തത്താൽ പൊതിഞ്ഞവനെ, എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ഒറ്റി
തന്നവനെ, എനിക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നവനെ, എന്നെ നീതീകരിച്ചവനെ, എന്നെ തേജസ്കരിച്ചവനെ, എന്നെ വിടുവിച്ചവനെ, എന്റെ പാപം പോക്കിയവനെ, എന്റെ യജമാനനെ, എന്റെ രാജാവേ, എന്റെ കർത്താവേ, എന്റെ നീതിയായവനെ, എന്റെ പ്രതിഫലമായവനെ, എന്റെ സൗന്ദര്യമായവനെ, എന്റെ സന്തോഷമായവനെ, എന്റെ ജ്ഞാനമായവനെ, എന്റെ വീണ്ടെടുപ്പായവനെ, എന്റെ പ്രത്യാശയായവനെ, എന്റെ ജീവനായവനെ. ആ കണ്ണുകളിൽ നോക്കി നീ കരഞ്ഞോണ്ട് പറയും, ആ കണ്ണുകളിൽ നോക്കി നീ കരഞ്ഞോണ്ട് പറയും, താങ്ക്സ്. കേട്ടില്ല? താങ്ക്സ്. മിണ്ടുന്നില്ല. താങ്ക്സ്, താങ്ക്സ് അപ്പാ. അതേ നീ പറയൂ, അതേ നീ പറയൂ, അതേ നീ പറയൂ. വേറെ ഒന്നും പറയാൻ നിന്റെ നാവിൽ കാണത്തില്ല. താങ്ക്സ് ലോർഡ്, താങ്ക്സ് ലോർഡ്, പോരാ, താങ്ക്സ് ലോർഡ്. ഞാൻ നിങ്ങളോട് പറയാം, നാളെ നിങ്ങൾ ഇതേ പറയൂ എങ്കിൽ ഇന്ന് ഇത് പറഞ്ഞു തുടങ്ങിക്കോ. ആമേൻ, ആമേൻ. നാളെ ഇതാണ് നീ അവസാനം പറയുന്നെങ്കിൽ, മകളെ, മകനെ, നീ ഇന്നേ തുടങ്ങിക്കോ. ഇത് ഇന്നേ തുടങ്ങിക്കോ. ജീവിതത്തിന്റെ എല്ലാറ്റിന്റെ നടുവിൽ സ്തോത്രം. എടാ, വഴി അടഞ്ഞാൽ സ്തോത്രം, സമ്പത്ത് ഇല്ലെങ്കിൽ സ്തോത്രം, നന്മ ഇല്ലെങ്കിൽ സ്തോത്രം, എല്ലാറ്റിൻ്റെയും നടുവിൽ സ്തോത്രം. വാതിലുകൾ അടഞ്ഞാൽ സ്തോത്രം, വഴികൾ കാണാഞ്ഞാൽ സ്തോത്രം, ഒറ്റപ്പെട്ടാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാരണം അവസാനം എനിക്കൊന്നേ പറയാൻ കാണത്തുള്ളൂ, താങ്ക്സ്. അയ്യോമിൽ എഴുന്നേറ്റ് നിന്ന് മക്കളെ, നിങ്ങൾ ഇതിനൊക്കെ ഞാൻ എഴുന്നേൽക്കണമെന്ന് പറയണ്ട. കൈകളെ ഉയർത്തി ആ ദൈവത്തിന്റെ മുമ്പിൽ നന്ദി പറഞ്ഞേ. കൈകളെ ഉയർത്തി, we thank you holy, we thank you. കൈകളെ ഉയർത്തി മക്കളെ, നാളെ നീ ഇതേ പറയത്തുള്ളൂ. നീ ഇന്നേ പറഞ്ഞു, നാളെ ഇതേ നീ പറയത്തുള്ളൂ. നിനക്ക് ഇന്നത്തെ വഴി അറിയില്ല, പക്ഷെ വഴി അറിയുന്നവനെ നിന്നെ നടത്തുന്നേ. നിനക്ക് പാത അറിയില്ല, പക്ഷെ പാത അറിയുന്നവനെ നിന്റെ മുമ്പിൽ. നീ കാണുന്നത് ഭീകരതകളാ, പക്ഷെ നിന്റെ കൈ പിടിച്ചവൻ അതിൻ്റെ മുകളിലൂടെ നിന്നെ നടത്തി സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് നടത്തുന്നവൻ, പ്രാണനെ തണുപ്പിക്കുന്നവൻ, പച്ചയായ പുൽപ്പുറത്തിലേക്ക് നടത്തുന്നവൻ, കൂരിൽ താഴ്വരയുടെ നിന്നെ നടത്തുന്നവൻ, ഒരനർത്ഥം ഭയപ്പെടാതെ നിന്നെ സൂക്ഷിക്കുന്നവനാണ് നിന്റെ കൈകളിൽ പിടിച്ചിരിക്കുന്നത്. മകനേ, മകളെ, കുടുംബമേ, പിതാവേ, നീ ബലപ്പെട്, നീ ബലപ്പെട്. നിനക്ക് ഈ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം തലമുറയൊന്നും അല്ല, ഈ ദൈവത്തെ നിനക്ക് കിട്ടി, ഈ ജീവനുള്ള ദൈവത്തെ നിനക്ക് കിട്ടി, ഈ കൈവിടാത്ത ദൈവത്തെ നിനക്ക് കിട്ടി. നിന്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം വേറെ ഒന്നുമല്ല കേട്ടോ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞവനെ നിനക്ക് കിട്ടിയിരിക്കുകയാണ്. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എന്നാൽ എന്റെ എന്റെ ദയ നിന്നെ വിട്ടു മാറത്തില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കും, താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കും, എന്നാൽ ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. നീ വെള്ളത്തിലൂടെ കടന്നുപോയാൽ അത് നിന്നെ മുക്കത്തില്ല, നദികൾ നിന്റെ മേൽ കവിയുകയില്ല, തീ നിന്നെ ദഹിപ്പിക്കത്തില്ല, അഗ്നി നിന്നെ വെന്തുമാറാക്കത്തില്ല. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവനാണ്. You are selected. നീ എന്റേതാണ് കുട്ടാ, നീ എന്റേതാണ് മോനെ, നീ എന്റേതാ കുട്ടാ, നീ എന്റേതാണ്. എഫ്രൈമേ, നീ എന്റെ വത്സലപുത്രൻ, പൊന്നോമന കുട്ടൻ തന്നെ. കൈകളെ ഉയർത്തി നല്ല കർത്താവിനെ കൈകളെ ഉയർത്തി, കൈകളെ ഒന്ന് ഉയർത്തി യേശുവേ നന്ദി എന്ന് പറഞ്ഞ്, യേശുവേ
നന്ദി എന്നു പറഞ്ഞു. മക്കളെ, ഇന്ന് നിങ്ങളൊന്ന് സ്തുതിച്ചിട്ടേ പോകാവൂ. ഒന്ന് നന്ദി പറഞ്ഞേ പോകാവൂ. കണ്ണ് നിറയുന്നെങ്കിൽ നിറഞ്ഞോട്ടെ. ഓ, നന്ദി പറഞ്ഞേ. അമ്മയൊക്കെ ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. കുഞ്ഞുങ്ങളെ, ദൈവത്തെ ഒന്ന് മുറുകെ പിടിച്ചോ. നല്ല ദൈവം, വിളിക്കവന്റെ നാമത്തെ. നന്ദി പറ. ഈ അന്തരീക്ഷം മുഴുവൻ സാന്നിധ്യം കൊണ്ട് നിറയുകയാണ്. ഇന്ന് നിന്റെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ദൈവം തരികയാണ്. ഓ റബഖസിയാന്ന്, ദൂതന്മാരെല്ലാം കുനിഞ്ഞു നോക്കുന്നു. സ്വർഗം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം നീ ദൈവത്തെ സ്നേഹിക്കുന്നു, നീ ദൈവത്തെ ബഹുമാനിക്കുന്നു. ദൂതന്മാരുടെ പാളയം ഇതിനകത്തേക്ക് ഇറങ്ങുന്നു. സ്തുതികൾ എടുത്തുകൊണ്ട് പോകുന്നു. രാജാവിന്റെ നടുവിൽ, കർത്താവിന്റെ നടുവിൽ, വീരനാം ദൈവം ഇതിന്റെ നടുവിൽ. ഹല്ലേലൂയ. ഓ ശബ്ദം ഉയർത്തി. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു എന്നെ നന്നായി അറിയുന്ന. വിളിച്ചേ. ഓ യേശു. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഓ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എന്റെ സ്നേഹിതൻ, എന്റെ യേശു എന്റെ പ്രാണപ്രിയൻ, എന്റെ പ്രാണപ്രിയൻ. ഓ ഇസ്രായേലിൻ കാവൽക്കാരൻ, നിദ്രഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താനില്ല നീക്ക്. ഈ ഒരു വരി മാത്രം ഒന്ന് പാടി. യഹോവയൻ പാലകൻ താൻ ഇല്ലെനിക്ക്. ഈ വരി ഒന്ന് പാടി. നിൻ മഹാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. കൈകളെ ഉയർത്തി. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഒരിക്കൽ കൂടി മക്കളെ ചേർന്ന് പറ. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ സ്തുതിച്ചിടും. അപ്പാ, സോറി, പലയിടത്ത് അറിയാതെ സംസാരിച്ചിട്ടുണ്ട്. സോറി അപ്പാ. നീയാണ് ദൈവം, ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ എല്ലാം ദൈവം നീയാണ്. അപ്പാ, നല്ല ദൈവം അപ്പാ. എല്ലാവരെയും സമാധാനത്തോടെ പറഞ്ഞയക്കുകയാണ്. സന്തോഷിക്കട്ടെ, അവരുടെ പ്രാർത്ഥന കയറട്ടെ. യേശുവിനെ മുറുകെ പിടിക്കട്ടെ, അള്ളിപ്പിടിക്കട്ടെ. ഒരു കുഞ്ഞമ്മയുടെ മാറിൽ
പറ്റി പിടിച്ചിരിക്കുന്ന പോലെ യേശുവേ കയറി പിടിക്കാൻ ഓരോരുത്തരെ ഒരുക്കണേ. അനുഗ്രഹിച്ചു വിടുന്നു, ഉയർത്തി വിടുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.